തളർന്നോ എന്ന് തോന്നുന്നത് കിട്ടുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീൽ തോന്നും. അത് കൂടെ ഉള്ളത് പോലെ തോന്നലുണ്ടാവും. അതുപോലെ തന്നെ സോഷ്യലായിട്ട് ഇടപെടാൻ കഴിയും, ആൾക്കാരുമായിട്ട് മൂവ് ചെയ്യാനൊക്കെ കഴിയും, വളരെ അംബീഷ്യസ് ആയിരിക്കും. അതുപോലെ ഒരു പ്രായം വരെയൊക്കെ ഡേറ്റിംഗ് എന്നുള്ളത് വളരെ താല്പര്യം, നല്ലൊരു റിലേഷൻഷിപ്പിനോട് ഡേറ്റിംഗ് താല്പര്യം കൂടുതൽ ചെയ്യും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് എക്സാമ്പിളും 11 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ പറയുന്ന പോലെ ആവശ്യമില്ലാതെ ഡേറ്റിങ്ങിനൊക്കെ പോയി ഏതെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ട് ജീവിതത്തിൽ ഒന്നും അവരുടെ കഴിവുകൊണ്ടൊന്നും രക്ഷപ്പെട്ടൊന്ന് മുന്നോട്ട് പോകുന്ന ഏതൊരാൾ തുടങ്ങുന്നതായിരിക്കും ഇവിടെ ജീവിതത്തിലെ കാര്യങ്ങൾ കടന്നു വരുന്നത്. ആ ബന്ധം നിമിത്തം സകലം നടിയിൽ വല്ലാത്ത വാക്കുകളൊക്കെ പിന്നീട് തിരിച്ചു കയറി വരുന്ന അവസ്ഥ. ചിലവരവിടെ നിന്ന് നശിച്ചു, ചിലവർ പിന്നീട് തിരിഞ്ഞു കയറി വരും. 11-ാം ഭാവത്തില് ടെക്നോളജി നിൽക്കുന്നവർ തിരിഞ്ഞു കയറി വരും. കുറെ വർഷങ്ങൾ കൊണ്ട് നിന്ന് കഷ്ടപ്പെട്ട് കയറി വരും. അതിനുവേണ്ടി ഓടിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ലൈഫിന്റെ 2-3 വിലപ്പെട്ട വർഷങ്ങളായിരിക്കും എന്നുള്ളത് ആലോചിച്ചു വരിക. അതുപോലെ തന്നെ ഓൾറെഡി പേപ്പർ വരവിന് മാത്രം ഒത്തിരി പ്രപഞ്ചത്തിലെ വരവ് മാത്രമല്ല. ഇപ്പം ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവുന്നു. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ചോദിക്കുന്നത് ഞാൻ പറയാറുണ്ട്, വരവ് മാത്രമല്ല, പോകുന്നതിന്റെ അളവ് എത്രത്തോളം കുറയ്ക്കാനും അതാണ് എല്ലാ മേഖലകളിലും. അതുപോലെ എല്ലാ മേഖലയിലും ഗുണം മാത്രമല്ല, കുറച്ച് ദോഷമുണ്ട്, ബന്ധങ്ങളും ഉണ്ടാവുക. അത് കുറവുകളെ അന്വേഷിക്കുകയും ഗുണത്തെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷമാവാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് സർവലാഭാവസ്ഥ അനുഭവിക്കാൻ കഴിയുന്നത്, അല്ലെ പറ്റുന്നത്. അത് സർവത്തിൽ അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിലൂടെയാണ് പറയുന്നത്. അത് അന്നൊക്കെ ചിന്തിക്കുന്നത് 5-ന്റെ 7-ാം ഭാവമാണ്. സബ്കോൺഷ്യസ് മൈൻഡിന്റെ സെവൻത്താണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാസന കൊണ്ട് വിശാലാനുഗ്രഹം കൊണ്ട് ഈ ജന്മത്തിന്റെ തരത്തിൽ നമ്മുടെ സാധന 5-ാം ഭാവം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ 5-ാം ഭാവത്തിന്റെ ചേർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത, നിങ്ങളെ വല്ലാണ്ട് സ്നേഹം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് കൂടെ കൂട്ടുന്ന ചില മനുഷ്യരെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിയും എന്നുള്ളതാണ്. അതിന് പകരം പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ പിടിച്ചു കയറ്റുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ സദാ സഞ്ചരിക്കുന്ന, എന്നാൽ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ചില വ്യക്തികൾ സുഹൃത്തുക്കളെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അച്ഛനോടെ എങ്ങനെ ചെയ്യരുത്, നിങ്ങളെ സദാ പിടിച്ചു നിർത്തണം. നിങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഓരോ ഉണ്ടാകും. നമുക്ക് കുഞ്ഞു പോകുന്ന ആരോ ദൂരതൊന്നും പറയുക, അതുപോലെ ആരെങ്കിലും ഉണ്ടാവും എന്നത് കൃത്യമായ കാര്യമാണ്. അതിന്റെ പൊതുവെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഓൾറെഡി ഫോക്കസ് ഓൺ വരവിലേക്ക് മാത്രം ഒരാളെ ശ്രദ്ധിക്കുന്ന സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ സംഭവിക്കുന്നത് അതനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള വശമാണ്. പോസിറ്റീവായിട്ടുള്ള വശം മറ്റു സഹോദരങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ട് തന്നെ മറ്റു സഹോദരങ്ങളുമായിട്ട് ചെയ്യാത്ത അവസ്ഥ വരുന്നത്. ഓക്കെ, ഫൈനലി നമുക്ക് ഭാഗത്തിലേക്കുള്ള ലഗ്നാവിൽ 12-ാം ഭാവത്തിൽ നിന്നാണ് വരുന്നത്. ലഗ്നാവിൽ 12 നിന്ന് ബലപ്പെട്ടാൽ ഇതൊക്കെയാണ് ഫലം എന്നുള്ളത്. നമുക്ക് ആദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യം നോക്കാം. ഹെൽത്തി ബോഡി ആയിരിക്കും. ലഗ്നാവിൽ 12 ഒരു ഹെൽത്തി ബോഡി ആയിരിക്കും. നല്ല ഉറക്കമുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മളെ ഉറക്കം കിട്ടും. നമ്മളെ ഉറക്കം ക്ഷയണസുഖം എന്നൊക്കെ പറയാം. ക്ഷയണസുഖത്തിന് പല ഡയമെൻഷൻസ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഉറക്കം. അതുണ്ടാവും. ഹെൽത്തി മറ്റുള്ളവരെ സഹായിക്കാനുള്ള, കൈയൊഴിഞ്ഞ് സഹായിക്കാനുള്ള കഴിവ്, സ്പിരിച്വൽ ആയിരിക്കും, അതുപോലെ കമ്പാഷനേറ്റ് ആയിരിക്കും, ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും. പല കാര്യങ്ങളും ഒരു സ്വയം വിലയിരുത്താനുള്ള, ഉള്ളിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ്, മോക്ഷമാർഗി എന്നൊക്കെ പറയുക. 12-ാം ഭാവം മോക്ഷസ്ഥാനം. അതുപോലെ തന്നെ ടെക്നോളജി അവിടെ നിന്ന് മോക്ഷത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവും. ഇൻറ്റ്യൂഷൻസ് ധാരാളം വർക്ക് ചെയ്യും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അതിൽ
അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇൻഡയക്റ്റിനപ്പുറം എന്താണ് അവരുടെ പൂർണ്ണ എന്താണെന്നുള്ളത് അറിയാനുള്ളത് ഒന്നുകൊണ്ട് തന്നെ ഒരു ചിന്ത പന്ത്രണ്ട് നിൽക്കുന്നത് ആ ഭാവത്തിനെനിക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട്. പന്ത്രണ്ടിലേക്ക് നമ്മൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാം. മെയിനായിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് ലഗ്നാധിപൻ പന്ത്രണ്ടിനുണ്ട്, കടമുണ്ട്, ജാതകത്തിലെ പന്ത്രണ്ട് ലഗ്നാധിപൻ ജാതകമായിട്ട് ഒരു പന്ത്രണ്ട് നിന്നാൽ പറയുകയും വേണ്ട. ധനനഷ്ടം എന്ന് പറയുന്ന ധനനഷ്ടം കൂടുതൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള എക്സൈറ്റ്മെന്റ് ഹിഡൻ ഫിയർ, അതുപോലെ തന്നെ ആർക്കെങ്കിലൊക്കെ പൈസ കൊടുത്ത് അത് തിരിച്ചു കിട്ടാൻ ബന്ധം നോക്കി കുട്ടികളായ പേരുപോലെ ആ വഴിക്കേക്ക് ധാരാളം ധനം ശാരീരിക സുഖത്തിന് വേണ്ടി കളയുക. അതുപോലെ തന്നെ മെറ്റീരിയലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കുക. ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുക. ദൂരസ്ഥലങ്ങളിലെ തിരിച്ച സ്ഥാനത്ത് നിന്ന് വേറെ നാട്ടിൽ പോയി സെറ്റിൽ ആവാനുള്ളത് അവിടെ പോയി കഷ്ടപ്പെടുക, ക്ഷേമത്തിലെ തൽസരത. അതുപോലെ തന്നെ ചൊവ്വ, ശനി അങ്ങനെയൊക്കെയുള്ള ബന്ധം വരിക. അത് വളരെ നെഗറ്റീവായിട്ട് ലഗ്നാവിനെ ബാധിച്ചിട്ട് കാരാഗ്രഹമാക്കുക, ഹിഡൻ വീക്ക്നെസ്, ഐസൊലേഷൻ, പ്രോസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതിനോട് തൽപരത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ വേണ്ടി ധാരാളം ചെലവാക്കുക. അഡിക്ഷൻസ്, ഇങ്ങനെ ബന്ധങ്ങൾ. നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്പിരിച്വാലിറ്റിയൊക്കെ പറയുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൈൻഡായിരുന്നു. ഒരു കടന്നു അടർന്നു തമ്മിലുള്ള ഒരു വ്യത്യാസം. ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കും. എന്നെ നിങ്ങളൊരു ഗുരുവായിട്ട് കണ്ടെത്തും. ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുള്ളത് നിങ്ങൾ എടുക്കും. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറച്ച് പോയി കഴിയുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പിലേക്ക് വരും. വാസനകൾ കൊണ്ട്, സാഹചര്യങ്ങളുണ്ട്, പലതും ശരിയാണെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ വാസനകളെന്നൊക്കെ യോജിക്കുന്നതാണ്. അപ്പറഞ്ഞ് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണെന്ന് ഉറപ്പുണ്ടായത് ഇതൊന്നും കുഴപ്പമില്ല പിന്നീട് നിങ്ങൾക്ക് ശരിയാണെന്നതാണ് മാറി വാസനകളുടെ പുറകിനെ പോയി പല പരാജയങ്ങളും അനുഭവിച്ച് വീണ്ടും പഴയ ഒരു ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യും. സമയനഷ്ടം, ആരോഗ്യനഷ്ടം, പ്രായനഷ്ടം എല്ലാം വരും. വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ ചിലപ്പോഴൊക്കെ വിലകൂടി വിത്തുകൾ വാങ്ങി നമ്മളൊരു തോട്ടമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഇത് വാങ്ങി അത് കിളിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ വളമൊക്കെ സംരക്ഷിച്ചാണ് അത് കിളിപ്പിച്ചു കൊടുക്കുന്നത്. ആ വ്യക്തിനെ ഇത് കിളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് അതൊക്കെ നാച്ചുറലാണ്, നോർമലാണ് പറഞ്ഞ നിർത്തി കഴിഞ്ഞു. അത് ഇതിന് കിട്ടുന്ന വളവും